സഹൃദയരെ, സെലിൻ അഗസ്റ്റിൻ പാരാനികുളങ്ങര അവതരിപ്പിക്കുന്ന മഗ്ദലന മറിയം. സ്റ്റോറി, ലിറിക്സ് ആൻഡ് ഡയറക്ഷൻ സെലിൻ അഗസ്റ്റിൻ പാരാനികുളങ്ങര. മ്യൂസിക് ഡയറക്ഷൻ സ്വിസ് ബാബു. ഓർക്കസ്ട്രേഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സേവിയർ നായത്തോട്. സിംഗേഴ്സ് ജോൺസൺ പീറ്റർ, അനീറ്റ ആൻ്റണി. PRO അഗസ്റ്റിൻ പാരാനികുളങ്ങര. വോയിസ് ഓവർ ശ്രീമൂലനഗരം പൊന്നൻ, ഷൈജു ലൂയിസ്, സതീഷ് അങ്കമാലി, അതിഥി പ്രിയങ്ക. റെക്കോർഡിംഗ് ജെമിനി ഫിലിം സ്റ്റുഡിയോ, അങ്കമാലി. രംഗമൊന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ വേദജ്ഞരും ഫരിസയരും കൂടി കൊണ്ടുവന്ന് യേശുവിൻ്റെ മുന്നിൽ നിർത്തുന്നു. അവളുടെ കൈകൾ ബന്ധിച്ചിരുന്നു. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കെ പിടികൂടിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് നിയമത്തിൽ മോശെ കൽപ്പിച്ചിട്ടുണ്ട്. നീ ഇവളെപ്പറ്റി എന്തു പറയുന്നു? യേശുവിനെ പരീക്ഷിക്കാനാണ് അവർ അങ്ങനെ ചോദിച്ചത്. റബ്ബേ, നിന്റെ വിധി കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശു അവളെയും അവരെയും സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഇവളുടെ കയ്യിലെ കെട്ടുകൾ അഴിക്കുക. ഞാൻ അവളോട് ചോദിക്കട്ടെ, അവൾക്കെന്താണ് പറയാനുള്ളതെന്ന്. സ്ത്രീയെ, ഇവർ പറയുന്നത് നീ കേട്ടില്ലേ? നിനക്കെന്താണ് പറയാനുള്ളത്? ഇവർ പറയുന്നത് പോലെ നീ പാപം ചെയ്തവളാണോ? അവൾ തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു: അതെ റബി, അവർ പറയുന്നത് ശരിയാണ്. ഞാനൊരു പാപിയാണ്. ഭൂലോക പാപങ്ങൾ പൊറുക്കുന്ന ദൈവപുത്ര, എൻ്റെ പാപങ്ങളും പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ പൊറുക്കുന്ന ദൈവപുത്ര, എൻ്റെ പാപങ്ങളും പൊറുക്കണമേ. എന്നോടു ക്ഷമിക്കണമേ ദൈവപുത്ര, എന്നോടു ക്ഷമിക്കണമേ.
ഈ സമയം യേശു എന്തോ നിലത്തെഴുതിക്കൊണ്ടിരുന്നു. യേശു ആൾക്കൂട്ടത്തെ നോക്കി ശാന്തനായി പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. അവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവസാനം ഒരാൾ കല്ല് താഴെയിട്ടു. പിന്നെ രണ്ടാമത്തെ ആളും കല്ല് താഴെയിട്ടു. അങ്ങനെ മൂന്നാമത്തെ ആളും കല്ല് താഴെയിട്ടു. അവസാനം എല്ലാവരും കല്ല് താഴെയിട്ടു. അവർ സാവധാനം പുറത്തേക്ക് പോകുന്നു. യേശുവും മഗ്ദലന മറിയവും തനിച്ചാവുന്നു. ദുഃഖം വെടിഞ്ഞ് പൊയ്ക്കൊള്ളുക കുഞ്ഞേ, നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ. അപ്പപ്പോൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം പശ്ചാത്താപം തന്നെ. പ്രായശ്ചിത്തം പശ്ചാത്താപം തന്നെ. അവൻ അവളെ അനുഗ്രഹിക്കുന്നു. ഇനി നീ പാപം ചെയ്യാതെ ജീവിക്കുക, ദൈവം നിന്നോടൊപ്പമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു.